നിങ്ങളുടെ കൂടെ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച സുഹൃത്ത് നാളെ ഒരു IAS, IPS, IFS ഓഫീസർ ആകാൻ പഠിക്കുമ്പോൾ ഒരു കോളേജിൽ പോലും സീറ്റ് ലഭിക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. നാളെ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ അച്ഛനമ്മമാർ അഭിമാനിക്കണോ അതോ നിരാശരാകണോ? കഴിവില്ലാത്തവരാണെന്ന് സ്വയം വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ വിശ്വാസം തെറ്റാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി ഇത് മാറിയേക്കാം. നിങ്ങളൊരു ഓഡിറ്ററി ലേണർ ആണോ അതോ ഒരു വിഷ്വൽ ലേണർ ആണോ? നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു. ചിലർക്ക് കണ്ടു പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് കേട്ടു പഠിക്കാനായിരിക്കും. ഇനി ചിലർക്കോ വായിച്ചു പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് എഴുതി പഠിക്കാനായിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണം നിങ്ങളുടെ പഠന രീതികൾ പ്ലാൻ ചെയ്യാനായിട്ട്. എങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യവും നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആരും ഇവിടെ ടോപ്പറായി ജനിക്കുന്നില്ല. നിങ്ങളൊരു ടോപ്പർ ആകണോ അതോ ആവറേജ് സ്റ്റുഡന്റ് ആകണോ അതോ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആകണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും. അതായത് ആ ടൈം ടേബിളിനനുസരിച്ച് 4-5 ദിവസം പഠിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ മാസങ്ങളോളം കൃത്യമായി കൺസിസ്റ്റന്റ് ആയി പഠിച്ച് ഒരു ഉന്നത വിജയം കൈവരിക്കാൻ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെ കൺസിസ്റ്റൻസി നേടാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? കൺസിസ്റ്റന്റ് ആയി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധം വേണം. നിങ്ങളുടെ ഡ്രീം ഏതുമാകട്ടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഉന്നത വിജയം നേടാം. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പങ്കെന്ത്? ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വളർച്ചയ്ക്കായുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ത്? ഈ കാര്യത്തെ പഠനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കമ്പൈൻഡ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ അയാൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ് വേറെയില്ല. എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയ ഞാൻ ടോപ്പർ ആയത് കമ്പൈൻഡ് സ്റ്റഡിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചാപ്റ്റർ മാത്രം ചോദിക്കുന്ന പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ എല്ലാവർക്കും സാധിക്കുമായിരിക്കും. പക്ഷേ അടുത്ത പരീക്ഷയിൽ 2 ചാപ്റ്റേഴ്സ് വരുമെങ്കിൽ ആ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചുപോയി ഒന്നാമത്തെ ചാപ്റ്റർ അറിയാമെന്ന് ഭാവിച്ചൊരാൾക്ക് ഒരിക്കലും ഫുൾ മാർക്ക് നേടാൻ സാധിക്കില്ല. പക്ഷേ രണ്ടാമത്തെ ചാപ്റ്ററിനോടൊപ്പം ഒന്നാമത്തെ ചാപ്റ്ററും റിവൈസ് ചെയ്ത് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുഴുവൻ മാർക്കും നേടാൻ ഉറപ്പായും സാധിക്കും. സോ റിപ്പീറ്റഡ് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് റിവിഷൻ തുടർച്ചയായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവസാനം വരുന്ന നമ്മുടെ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും മനഃപ്പാഠമായിരിക്കും. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് മുഴുവൻ മാർക്കും ഉറപ്പായും ലഭിക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് അല്ല, നിങ്ങളൊരു ടോപ്പർ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഗുഡ് ബൈ.